എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപ 22ാം ഗഡുവിന്റെ വിതരണ തീയതിയും സമയവും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് വീഡിയോയിൽ പറയുന്നത്. തുക മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു കാരണവും ഇല്ലാതെ കഴിഞ്ഞ തവണയ്ക്ക് തുക മുടങ്ങിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ PM കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. രാജ്യത്ത് എമ്പാടുമുള്ള 9.34 കോടി കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് DBT ട്രാൻസ്ഫർ വഴി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്യുന്ന PM കിസാൻ സമ്മാൻ നിധി 22ാം ഗഡുവിന്റെ വിതരണം വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് അസാമിലെ ഗുവാഹത്തിയിൽ വെച്ച് നടക്കുകയാണ്. ഇതിന്റെ ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. രാജ്യത്തെമ്പാടുമുള്ള 9,34,00,000 ആളുകളുടെ അക്കൗണ്ടുകളിലേക്കാണ് 2000 രൂപ ക്രെഡിറ്റ് ആകുന്നത്. PM കിസാൻ സമ്മാൻ നിധിയുടെ 2025-26 സാമ്പത്തിക വർഷത്തെ അവസാന ഗഡുവും 2026 വർഷത്തെ ആദ്യ കേന്ദ്ര സഹായവുമാണ് വിതരണം ചെയ്യാനിരിക്കുന്നത്. അപ്പോൾ തുക വിതരണ നടപടികൾ വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്കാണ് നടക്കുന്നത്. പ്രധാനമന്ത്രി റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ പതിവ് പോലെയാണ് അസാമിൽ വെച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ തുക വിതരണം നടത്തുക. 2000 രൂപ അക്കൗണ്ടുകളിലേക്ക് എത്തും. മുതലേ പദ്ധതിയിൽ അംഗമായിട്ടുള്ള ആളുകൾക്ക് ഇതിനകം 21 ഗഡുകളിലായിട്ട് 42,000 രൂപയാണ് അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതുകൂടി ചേർത്ത് 44,000 രൂപയാണ് അക്കൗണ്ടിലേക്ക് എത്താനിരിക്കുന്നത്. അപ്പൊ PM കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് സംസ്ഥാനത്ത് തന്നെ 30 ലക്ഷത്തോളം ആളുകളുടെ അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു 2000 രൂപ 13-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് ക്രെഡിറ്റ് ആയി തുടങ്ങുന്നതാണ്. വിതരണം നടക്കുമ്പോൾ നമുക്കറിയാം ചില സമയങ്ങളിൽ താമസിക്കാറുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ എന്തായാലും ആ ഒരു തുക എല്ലാവർക്കും എത്തും. ആദ്യത്തെ 24 മണിക്കൂറിനുള്ളിൽ ഭൂരിഭാഗം ആളുകളുടെ അക്കൗണ്ടുകളിലേക്കും തുക എത്തിച്ചേരുന്നതാണ്. അപ്പോൾ KYC നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ ലാൻഡ് സീഡിങ്, ആധാർ വെരിഫിക്കേഷൻ, ഈ KYC ചെയ്യാത്ത ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എങ്കിൽ അതെല്ലാം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. കഴിഞ്ഞ തവണ ഒരു അറിയിപ്പും ഇല്ലാതെ പല ആളുകൾക്കും തുക മുടങ്ങിയിരുന്നു. അങ്ങനെയുള്ള ആളുകൾ KYC നടപടികളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് എങ്കിൽ അവർക്ക് മുടങ്ങിയിട്ടുള്ള തുക കൂടി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം കാത്തിരിക്കാം. നമുക്ക് വെള്ളിയാഴ്ച അതിന്റെ വിതരണം നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.